എന്താ അതിനെക്കുറിച്ച് പറയുക? നമ്മുടെ കിഡ്നി വർക്ക് ചെയ്യുന്നു, നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നു, ബംഗ്രിയാസ് വർക്ക് ചെയ്യുന്നു, കാല് വർക്ക് ചെയ്യുന്നു, കൈ വർക്ക് ചെയ്യുന്നു, കണ്ണ് വർക്ക് ചെയ്യുന്നു, എല്ലാ തലച്ചോറ് വർക്ക് ചെയ്യുന്നു. അതിലൊന്നും ഒരു സെക്കൻഡ് അത് സ്റ്റോപ്പ് ആവാതെ 60 വയസ്സുകാരൻ 60 കൊല്ലം വർക്ക് ചെയ്യുന്നു, 70 വയസ്സുകാരൻ 70 കൊല്ലം വർക്ക് ചെയ്യുന്നു. അനുഗ്രഹത്തിൽ അങ്ങനെ അവൻ പറക്കുന്നു, ഒഴുകുന്നു, നീന്തുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ പെട്ടെന്നൊരു പ്രഭാതത്തിൽ രോഗം പിടിപെടുമ്പോൾ അവൻ ആരോഗ്യം എത്ര വലിയൊരു നിഅമത്താണ് എന്നത് ഓർക്കുന്നു. ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് ഏതാണ്? ആദ്യത്തെ നിഅമത്ത് ഏതാണ്? ഹിദായത്ത്. ഏതാണ്? ഹിദായത്ത്. ഒരാളെ മുസ്ലിം ആവുക എന്നുള്ളത്, മനസ്സിലായില്ലേ? അതിനേക്കാളും വലിയ നിഅമത്ത് വേറെയില്ല. ഈ ഹിദായത്താകുന്ന നിഅമത്ത് കഴിഞ്ഞാൽ തൊട്ട നിഅമത്ത് ഏതാണ്? ആ ഹിദായത്ത് അനുസരിച്ച് ജീവിക്കാൻ അനിവാര്യമായ ആരോഗ്യം. മനസ്സിലായില്ലേ? ആ ഹിദായത്ത് അനുസരിച്ചിട്ട് ജീവിക്കാൻ ആവശ്യമായ ആരോഗ്യം. അതാണ് നാം ഈ പറഞ്ഞു വരുന്നതായ രോഗത്തിന്റെ നേരെ വിപരീതം. അതുകൊണ്ട് അങ്ങനെയുള്ള ആ വിശാലമായ നിഅമത്തിന് നാം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം. അഥവാ ആരെങ്കിലും ഒരു രോഗിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് താഴ്ന്ന കണ്ടുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ അഹങ്കാരിയുടെ നോട്ടം നോക്കരുത്. ചിലപ്പോൾ മുടന്തനായി നടക്കുന്ന കാണാം, ചിലപ്പോൾ ഒരു കണ്ണ് നഷ്ടപ്പെട്ട ആളായി കാണാം, അല്ലെങ്കിൽ പല പല രോഗങ്ങളുള്ളവരെ കാണാം. ചിലപ്പോൾ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അവരെ തരം താഴ്ത്തുന്ന രൂപത്തിലുള്ള നോട്ടം നോക്കുന്നവരുണ്ട്. അരുത്. പിന്നെയോ എന്താണ് അവിടെ പറയേണ്ടത്? റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ റആ മുബ്തലൻ, അല്ലാഹ് പരീക്ഷിച്ച ഒരു വ്യക്തിയെ, ഒരു രോഗിയെ കണ്ടാൽ, ഖാല, അവൻ പറയണം, അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ഇബ്തലാക ബിഹി, അല്ലാഹ് നിന്നെ പരിശോധിച്ച ഈ രോഗത്തിൽ നിന്നിട്ട് എന്നെ രക്ഷപ്പെടുത്തിയ റബ്ബിന് നന്ദി. അവന് കേൾക്കത്ത രൂപത്തിലല്ല കേട്ടാ. അവൻ കേൾക്കത്തൊക്കെ പറയുകയാണെങ്കിൽ അവൻ പ്രയാസപ്പെടും. എൻ്റെ രോഗം കണ്ടിട്ട് അവൻ സന്തോഷിക്കല്ലേ എന്ന് മനസ്സിലാക്കും. അവൻ കേൾക്കാത്ത രൂപത്തിൽ അല്ലാഹുവോട് നാം പറയണം. എന്ത്? അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നിട്ട് ധാരാളം ജനങ്ങൾ അല്ലാഹ് ആദരിച്ചതിനേക്കാൾ ബഹുമാനിച്ചതിനേക്കാളും അല്ലാഹ് അനുഗ്രഹത്തിലൂടെ അഥവാ സിഹത്തിലൂടെ ആരോഗ്യത്തിലൂടെ അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള റബ്ബിന് സ്തോത്രം എന്ന് പറയുമ്പോൾ ലം യുസ്ബുഹു ഹാദൽ ബലാ, ഏത് രോഗം കണ്ടിട്ടാണ് ആ പ്രാർത്ഥന അവൻ പ്രാർത്ഥിച്ചത്, ആ രോഗം അവനെ പിടിപെടുകയില്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? അതുകൊണ്ട് വല്ല മാരകമായ രോഗം, ആ മാരകമായ രോഗം ഒരു പകർച്ചവ്യാധി തന്നെ ആയാൽ ഈ ഹദീസ്, ഈ പ്രാർത്ഥന ആ രോഗിയെ കാണുമ്പോൾ നാം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൃമി നമ്മളിലേക്ക് കയറൂല, നമുക്ക് തട്ടൂല. അത് ഏറ്റവും നല്ല ഒരു മാധ്യമമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീലാ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക.